പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച സാംസ്കാരിക സമ്മേളനം നടക്കും. ചടങ്ങിൽ വെച്ച് പൊൻപ്രഭ പുരസ്കാര വിതരണവും ആദരവും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര ഉപദേശക സമിതി ഏർപ്പെടുത്തിയ പൊൻപ്രഭ പുരസ്കാര വിതരണം ബുധനാഴ്ച വൈകുന്നേരം 6:30 സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും ദേവസ്വം ഓഫീസർ ദിനേശൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയൻ എന്നിവർ പറഞ്ഞു. ഈ സമിതി ഏറ്റെടുത്തതിന് ശേഷം നവരാത്രി തൊട്ട് തുടങ്ങി ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും വേണ്ട അവസരം നമ്മൾ കൊടുക്കാറുണ്ട്. അത് നവരാത്രി മുതൽ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ഉത്സവത്തിൻ്റെ തുടക്ക നാൾ മുതൽ ഈ നാളെ വൈകുന്നേരം വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെയുള്ള കലാപരിപാടികൾ, വിവിധ തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായി നല്ല ജനപങ്കാളിത്തത്തോടുകൂടിയാണ് നടക്കുന്നത്. ധാരാളം ഭക്തരെ അതിൽ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അമ്പലത്തിലും രാവിലെ മുതൽ, ഇപ്പോൾ ഓഫീസർ പറഞ്ഞ മാതിരി രാവിലെ മുതൽ നമ്മൾ അമ്പലത്തിൽ വളരെ ഗംഭീരമായി തന്നെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അതിന് പുറമെ ഓരോരുത്തരുടെ വക കഞ്ഞി 11-10 മണി തൊട്ടിട്ട് കഞ്ഞി പ്രസാദം കൊടുത്തു തുടങ്ങും. ആറാട്ട് ദിവസം നമ്മൾ ആറാട്ട് സദ്യയാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ നാട്ടിലുള്ള 2 ആൾക്ക് അവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ പഴയന്നൂരുള്ള തിരുവില്ലാമല ജയൻ, ഈ വാദ്യ കലാരംഗത്ത് മികച്ച പ്രകടനവും ഒരുപാട് നാളത്തെ പരിചയമുള്ള ജയൻ പൊതുവാളിനെയാണ് നമ്മൾ പൊൻതൂവൽ പുരസ്കാരം കൊടുത്ത് അംഗീകരിക്കുന്നത്, വേദിയിൽ വെച്ച് അംഗീകരിക്കപ്പെടുന്നു. പിന്നീട് രണ്ടാമത് നമ്മുടെ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം, അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, കഥകളിയിൽ വളരെ മികവ് പ്രകടിച്ചിട്ടുള്ള ആൾ, കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയന്നൂരുമായിട്ടുള്ള ഒരുപാട് ബന്ധവും ഇവിടെ വീടൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ നമ്മൾ മൂന്നാമത് ആദരിക്കുന്നത് ശ്യാമളാംബികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ മികച്ച അവാർഡും മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയൊക്കെ അവാർഡ് ലഭിച്ച ശ്യാമളാംബിക, അവർ പഴയന്നൂർക്കാരിയാണ്. ജയിലറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വനിതയാണ്. വ്യാഴാഴ്ച നടക്കുന്ന ആറാട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം സമാപിക്കുക. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.